അപ്പോൾ ഇതുപോലെ ചേച്ചിയെ പോലെ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കാണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ മെസ്സേജ് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി, അതായത് കല്യാണ ബിരിയാണി വിറ്റ് ഭയങ്കര വൈറലായ ഒരു ചേച്ചിയുണ്ട്, ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞാൽ. നമ്മുടെ കായംകുളത്ത് കൃഷ്ണപുരത്താണ് ചേച്ചി ബിരിയാണി കച്ചവടം നടത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു വീഡിയോ ചേച്ചിയിൽ ഇട്ടത് ഞാനായിരുന്നു കേട്ടോ. പക്ഷെ അത് അധികം ആൾക്കാരിൽ എത്തിയിട്ടില്ല. അതിനുശേഷം നല്ല രീതിയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ ചെന്ന് ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എപ്പോഴും വിളിക്കാറുണ്ട്, ആദ്യമായിട്ട് വീഡിയോ എടുത്തു എന്നുള്ള രീതിക്ക് ഒന്ന് ചെന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. സമയം കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ ചേച്ചിയെ കാണാൻ പോവുകയാണ്. അപ്പോൾ അത് വീഡിയോ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യണം. എന്നെ എൻ്റെ അടുക്ക വന്നേച്ച ആദ്യം പറഞ്ഞ ചേച്ചി എനിക്കൊരു ബിരിയാണി താന്ന് പറഞ്ഞ് വണ്ടിക്കകത്തിരുന്ന് കഴിച്ചേച്ച എൻ്റെ ബ്ലോഗ് ആദ്യം ചെയ്ത ആളായിരുന്നു. എന്നെ ലോകം പറഞ്ഞത് ഈ മോൻ. ചേച്ചി, ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്, മനസ്സിലായി. അതായത് ഈ വഴിയോരത്ത് ബിരിയാണി വിൽക്കുന്ന ഒരു വീഡിയോ ഇടുന്ന എനിക്ക് ചേച്ചിയുടെ ഒരു അവസ്ഥ കണ്ടപ്പം എന്നെ കഴിഞ്ഞൊരു സപ്പോർട്ട് എന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് വന്നിട്ട് ചേച്ചിയുടെ വീഡിയോ എടുത്ത് ഇപ്പൊ കേരളം അറിയാത്ത 80 ലക്ഷത്തോളം ആൾക്കാർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. കേരളമല്ല, അമേരിക്കൻ കൺട്രി മൊത്തം രാജ്യങ്ങളില്, യൂറോപ്പ്, അമേരിക്ക, ഒരുപാട് രാജ്യത്തുനിന്ന് തന്നെ ആളുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോയിൽ തന്നെ ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞായിരുന്നു, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ടപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അത് കണ്ട് ഒരുപാട് പേര് ചേച്ചിയുടെ ആ ഒരു ബുദ്ധിമുട്ട് ഏറ്റെടുത്തത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിനുശേഷം ചേച്ചി എന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കും അല്ലേ? മോനെ എന്തോട്ട് വിശേഷം, പിന്നീട് ഇങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ എനിക്ക് വരാനായിട്ട് ഉള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. അന്ന് ഞാൻ 2-3 കിലോ അരിയും കൊണ്ടുവന്ന് ഇതാണ്ട് ഈ കുഞ്ഞി ചരുവം, ഏതാണ്ട് ഈ ചരുവത്തിലുള്ള ചോറാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഈ ചരുവത്തിലുള്ള ചോറും ഇതിനകത്തുള്ള കറിവേ ഞാൻ കൊണ്ടുവരത്തുള്ളൂ. പക്ഷെ അന്നാണെങ്കിലും ഞാൻ വാങ്ങിച്ച ആ ഒരു ബിരിയാണി പൊതിക്കകത്ത് സത്യം പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതുവരെ അത്രയും ക്വാണ്ടിറ്റിയിലും അത്രയും എന്താ പറയാ ചിക്കനൊന്നും അത്രയും വലിയൊന്നും ആർക്കും കൊടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേച്ചി നല്ല ബുദ്ധിമുട്ടിനിടയിലും ചേച്ചി എല്ലാവർക്കും ഇത് ഞാൻ യഥാർത്ഥ ഇതിനിപ്പോ പേരിട്ടേക്കുന്ന കല്യാണ ബിരിയാണി എന്നാ. ഈ കല്യാണ ബിരിയാണി തന്നെ ഞാൻ ഈ ചെയ്തുകൊണ്ട് കഴിക്കുന്നവർക്കറിയാം. എന്റെ അടുക്കൽ നിന്ന് ഒരു പ്രാവശ്യം ഒരെണ്ണം മേടിച്ചോണ്ട് വരുന്നവര് പിന്നെ വരുന്ന 5, 6, 10, 15 ഇതുപോലെ ചേച്ചിയെ പോലെ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കാണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ മെസ്സേജ് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചേച്ചിക്ക് നൽകുവാണ്. സന്തോഷത്തോടെ കുഞ്ഞാവെ കൊടുക്ക്, അമ്മമ്മക്ക് കൊടുക്ക്, ഒരു മോടത്തേക്ക്. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറ. ഒരു സന്തോഷമില്ല, അല്ലെങ്കിൽ ഭയങ്കര കളിയാന്നല്ലോ. അതാ